നമ്മളൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഞാൻ ഈ കണ്ണുകൊണ്ട് കാണുന്ന, ചെവി കൊണ്ട് കേൾക്കുന്ന, മുഖം കൊണ്ട് സംസാരിക്കുന്ന ഈ ശരീരമെന്ന ഇൻസ്ട്രുമെൻറ്റിനെ പ്രവർത്തിപ്പിക്കുന്ന ഇൻറ്റേർണൽ പേഴ്സണാലിറ്റി അഥവാ ആത്മാവാണ് ഞാൻ. അപ്പം ഞാനെന്ന ആത്മ ഈ ദേഹത്തിലൂടെ പ്രവർത്തിക്കാമെന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ റിയൽ ഐഡൻറ്റിറ്റിയിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ കാണുന്നതായിരിക്കുന്ന രൂപത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം സെക്കൻഡറി ആവുന്നു. പ്രൈമറി എൻ്റെ വാല്യൂസിനായി മാറും, എൻ്റെതായിരിക്കുന്ന മൂല്യങ്ങളിലേക്ക് മാറും. മൂല്യങ്ങളുടെ രൂപത്തിൽ ഓരോ ഫീലിങ്സും വരുമ്പോൾ അത് ശക്തിയിലേക്ക് മാറും. അവിടെ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ അമ്മ എന്ന സ്നേഹത്തിനുപരി, എൻ്റെ കുഞ്ഞ് എന്ന ഫീലിങ്ങിനേക്കാൾ ഉപരി എൻ്റെ പുത്രനെ ശരിയായ വഴിയിലേക്ക് നയിക്കേണ്ടവൾ ഞാൻ എന്ന് ചിന്തിക്കാൻ ഒരു അമ്മയ്ക്ക് സാധിക്കുമ്പോഴാണ് നല്ല മക്കളെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നത്. ഒരച്ഛന് ചിന്തിക്കുമ്പോഴാണ് നല്ല പുത്രനും പുത്രിക്കും സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുന്നത്. ഈ രീതിയിൽ മൂല്യങ്ങളെ പോസിറ്റീവ്ലി ചാർജഡാക്കിയാൽ EQ ലെവൽ ഹൈ ആയി, മൂല്യങ്ങളെ നെഗറ്റീവ്ലി ചാർജഡാക്കിയാൽ തിരിച്ചു ആവാലോ, എൻ്റെ മോൻ ഇങ്ങനെയായി പോയല്ലോ എന്ന് പറഞ്ഞ് കരയുന്നൊരമ്മ IQൽ ഇമോഷൻസിൽ വീക്കാണ്. അവർക്കൊരു ഫാമിലിയെ സക്സസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് EQനേക്കാൾ കൂടുതൽ പവർഫുൾ, IQനേക്കാൾ കൂടുതൽ പവർഫുൾ EQ ആണ്. EQൻ്റെ ബാലൻസിങ് വേണോ? തീർച്ചയായിട്ടും SQ അഥവാ സ്പിരിച്വൽ കോഷൻ അനിവാര്യമാണ്. സ്പിരിച്വൽ മീൻസ്, ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്, മൂല്യങ്ങളെ തൻ്റെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരുന്നതിൻ്റെ പേരാണ് സ്പിരിച്വാലിറ്റി. എപ്പോഴാണോ നമ്മുടെ ഒറിജിനൽ കോർ വാല്യൂസ്, ജ്ഞാനം, സ്നേഹം, ശാന്തി, ശക്തി, പവിത്രത, കരുണ, ആനന്ദം, ഈ കോർ വാല്യൂസ് അതിൻ്റെ പെർഫെക്റ്റ് ഫോമിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്, അവിടെയാണ് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും ഇൻ്റലിജൻസിനെ ഡെവലപ്പ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നത്. ഇൻ്റലിജൻസിനെ ഇൻസൈറ്റായിട്ടും വിസ്ഡമായിട്ടും പ്രവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്കിന്ന് കുറച്ച് സമയം നമ്മുടെ ഇമോഷൻസിനെ പവർഫുൾ ആക്കാനുള്ളതായിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് മറ്റൊരു വഴിയുമല്ല, അതിന് പോസിറ്റീവ് സ്റ്റഡി ആൻഡ് മെഡിറ്റേഷനാണ്. അതുകൊണ്ട് പോസിറ്റീവ് സ്റ്റഡി നിങ്ങൾക്ക് ഞാൻ പിന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് നമുക്ക് മെഡിറ്റേഷൻ്റെ ഒരു 15 minutes ഡീപ്പ് മെഡിറ്റേഷനിലൂടെ യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ പവർഫുള്ളാക്കാൻ അഥവാ ചാർജ് റിസീവ് ചെയ്യാൻ. ഓം ശാന്തി.